ജൂൺ 5 ബുധനാഴ്ച. മാർക്കോസ് 12:18 മുതൽ 27 വരെ വാക്യങ്ങൾ. ഒരു വൃദ്ധ ദമ്പതികൾ അവരുടെ മകളുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. നവദമ്പതികളുടെ ആദ്യത്തെ വലിയ വഴക്കായാണ് നടന്നത്. ഫോൺ എടുത്ത അമ്മ അവസാനം പിതാവിന് ഫോൺ നൽകി, മകളോട് സംസാരിക്കാനും അവളെ ആശ്വസിപ്പിക്കാനും. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പിതാവ് സിയറിന് മുറിയിൽ ആശങ്കയോടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വന്നു. എന്തു സംഭവിച്ചു? അവൾ എന്തു പറഞ്ഞു? ടെൻഷൻ അടിച്ച അമ്മ ചോദിച്ചു. അവൾക്ക് വീട്ടിൽ വരണമത്രേ, അച്ഛൻ മറുപടി പറഞ്ഞു. ഓ, എന്നിട്ട് നിങ്ങൾ എന്താണ് അവളോട് പറഞ്ഞത്? അമ്മ ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു അവൾ ഇപ്പോൾ തന്നെ വീട്ടിലാണ് എന്ന്. അതെ, ഒരിക്കൽ വിവാഹിതരായാൽ ഭാര്യ ഭർത്താക്കന്മാർ സ്വന്തം അപ്പനെയും അമ്മയെ ഉപേക്ഷിച്ച് ഒരു പുതിയ വീടുണ്ടാക്കുകയാണ്. ഇതായിരുന്നു പിതാവ് മകളോട് വിശദീകരിച്ച സത്യം. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കിടയിലും ആ ജീവനാന്ത പ്രതിബദ്ധതയും വിശ്വസ്തമായ സമർപ്പണവും ആവശ്യപ്പെടുന്ന ഒരു വിശുദ്ധ കൂദാശയാണ് വിവാഹം. ഒരു വിലയേറിയ ഉടമ്പടിയാണത്. ഇന്നത്തെ സുവിശേഷത്തിൽ വിവാഹ ഉടമ്പടിയുടെ പവിത്രതയെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകൾ യേശു വിശദീകരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സദുക്കായരെ നാം കാണുന്നു. അവർ അവനോട് പറഞ്ഞത് ഒരു സ്ത്രീയുടെ സാങ്കല്പിക വിവാഹത്തെക്കുറിച്ചാണ്. 7 പേരെ വിവാഹം കഴിച്ചിട്ട് ഒടുവിൽ അവൾ കുട്ടികളില്ലാതെ മരിച്ചു. അങ്ങനെ ആകുമ്പോൾ പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നായിരുന്നു ചോദ്യം. തിരുവെഴുത്തിനെയും ദൈവത്തിൻ്റെ ശക്തിയെയും കുറിച്ചുള്ള അവരുടെ അജ്ഞത മൂലമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നായിരുന്നു യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നേരിടുന്ന പോരായ്മകളും ഇതൊക്കെയാകാം. നമുക്ക് തിരുവെഴുത്തുകൾ ശരിയായി അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഒക്കെ തെറ്റുപറ്റാം. നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയാൽ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നതിന് പകരം ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ജീവിത വീക്ഷണത്തെ വിശാലമാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.